ഭാഗമായിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന TMM മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസിന് റെയിൽവേയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിവിടെ നോക്കിയപ്പം കാണാൻ കഴിയുന്ന ഒരു പ്രകൃതിയായിട്ട് തന്നെ വന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ കുട്ടി ഒരു പ്രകൃതിയുടെ വേഷത്തിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വളരെ സന്തോഷം. നിങ്ങളല്ലേ അതേക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധം ഞങ്ങൾക്കും ഉണ്ടാകുന്നു. പിന്നെ നമുക്കറിയാം ഇപ്പം പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, വനനശീകരണം, ആഗോളതാപനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നമുക്കതിനെ എങ്ങനെ നേരിടാം, എന്തൊക്കെ ഭാഗത്തുനിന്ന് മെയ് 15 തൊട്ട് ജൂൺ 5 വരെ ഒരു ക്യാമ്പയിനായിട്ടാണ് നടത്തുന്നത്. കുറേ ദിവസം കൊണ്ട് ഒരു പ്രോഗ്രാം തുടങ്ങിയതാണ്. അപ്പം എനിക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെന്ന് നമുക്ക് റെയിൽവേ ഓഫീസർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് മാഡത്തിന് ഷൈനിമ നിങ്ങളുടെ TMMൻ്റെ NSS യൂണിറ്റിൻ്റെ കോർഡിനേറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും നിങ്ങൾ കുട്ടികളെ ഇത്രയും ഇതായിട്ട് നല്ല ഇതായിട്ട് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അപ്പം ആ ഒരു സിസ്റ്റത്തിൽ കൂടെ കുറേ നിങ്ങൾ എക്സിബിഷൻ്റെ ഇത് കൊണ്ടുവന്നതിലും വളരെ സന്തോഷം. നിങ്ങളിവിടെ നമ്മുടെ TMMൻ്റെ പ്രിൻസിപ്പള് മാഡം, പിന്നെ ഷൈനി മാഡം, ബാക്കിയുള്ള കോർഡിനേറ്റേഴ്സ് എല്ലാവരും, പിന്നെ നിങ്ങൾ കുട്ടികൾ, നഴ്സിംഗ് കുട്ടികൾ, നിങ്ങൾ BS നഴ്സിംഗ് ആണോ? BS നഴ്സിംഗ് കുട്ടികൾ, പിന്നെ എല്ലാ NSSൻ്റെ ടീമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് ഹാർദമായിട്ട് ചെയ്യുന്നു. നല്ല ഒരു പ്രോഗ്രാമായിട്ട് ഭൂമിയെ കാക്കുന്നത് ഒരു ദിനാചരണമല്ല, ഓരോ ദിവസവും പാലിക്കേണ്ട പ്രതിജ്ഞയാണ്. ഇന്ന് നാം എടുക്കുന്ന ചെറിയ പ്രതിജ്ഞകൾ നാളെയുടെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ആ നല്ല നാളേക്കായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകൾ നീട്ടി പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലാം. ഭൂമിയുടെ വാഗ്ദാനങ്ങളായ ഞങ്ങൾ ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ പച്ചപ്പിനെ സംരക്ഷിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും നല്ല നാളേക്കാക്കി പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. മരങ്ങൾ നട്ടു വളർത്താനും ജലം പാഴാക്കാതിരിക്കാനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും ഞാൻ ശ്രമിക്കും. ഭൂമിയെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ശുചിത്വവും ഹരിതവും നിറഞ്ഞ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ചേർന്ന് പ്രവർത്തിക്കും. ഭാവി തലമുറയ്ക്കായി സുരക്ഷിതവും മനോഹരവുമായ ഒരു ഭൂമി നൽകുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ സ്വന്തം ജീവിതം സംരക്ഷിക്കുകയാണ് എന്ന ആശയം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് ഞാൻ എപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തിന് ഒപ്പമുണ്ടാകും. ചേർന്ന് സന്തോഷവും ബോധവൽക്കരണവും പകരാനായി ഒരു ഫ്ലാഷ് മോബ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയും ഉത്സാഹവും പ്രകടിപ്പിക്കുന്ന ഈ അവതരണം എല്ലാവർക്കും ഒരു മനോഹരമായ അനുഭവമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ ഉയരുന്നത് ഒരു സംഗീതത്തിന്റെ ശബ്ദമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളിയാണ്. ഓരോ മിനിറ്റിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കാട് ശവകുടീരമായി മാറുന്നു. ഓരോ നിമിഷവും മനുഷ്യന്റെ അതിരറ്റ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ പ്രകൃതി ശ്വാസം മുട്ടുന്നു. വെട്ടിമാറ്റുന്ന ഓരോ മരവും ഭൂമിയുടെ അവസാന ശ്വാസമായി മാറുമ്പോൾ വിഷമാകുന്ന ഓരോ നദിയും മനുഷ്യന്റെ ഭാവിയെ തന്നെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എത്ര ജീവൻ പൊലിയണം നമുക്ക് പ്രകൃതിയുടെ ഈ മഹത്വം മനസ്സിലാകുവാൻ? ഇതൊരു മുന്നറിയിപ്പല്ല, മറിച്ച് ഇതൊരു പ്രതിഷേധമാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടമാണ്. പ്രകൃതി സംരക്ഷണത്തിന്റെ മഹത്തായ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ TMM കോളേജ് ഓഫ് നഴ്സിംഗിലെ NSS വോളണ്ടിയേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഒരു ഫ്ലാഷ് മോബ്. एक मोहब्बत
ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എടി, ഇന്നാണ് തേങ്ങ ഇടാൻ ആള് വരുന്നത്. പിന്നെ വാഴയ്ക്കൊക്കെ വെള്ളം ഒഴിക്കാൻ മറക്കരുതേ. ആ, ഒഴിച്ചേക്കാം. പിന്നെ നീ വാങ്ങാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസമായി ഈ പ്ലാസ്റ്റിക് എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചത്. അപ്പോഴേക്കും ഇത് വീണ്ടും നിറഞ്ഞു. അതെങ്ങനെയാ? ഇവിടെ ഒരുത്തേക്ക് കടയിൽ സാധനങ്ങളല്ലേ ഇറങ്ങും, അതിന്റെ എല്ലാം കവറുകളാ. ഇതാ ഈ മീൻ വെട്ടിയതിന്റെ വേസ്റ്റ് അപ്പുറത്തോടൊന്ന് കളഞ്ഞേര്. അതെ സിന്ധുവേ, ഇന്നാണ് മരം മുറിക്കാൻ ആൾക്കാർ വരുന്നത്. അതെ, പിന്നെ അവർക്ക് ആഹാരം വെള്ളമൊക്കെ കൊടുക്കണ്ടേ? പിന്നെ വേണ്ടേ, അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അമ്മേ, നീ പറയാണ്ടിന്ന് വന്നോ? പിന്നെ സിറ്റി ജീവിച്ച് ഞാൻ മടുത്തു. ഇനിയെങ്കിലും കുറച്ച് ശുദ്ധവാഴ ശ്വസിച്ച് ഇവിടെങ്ങാനും ജീവിക്കട്ടെ. അച്ഛൻ എവിടെ? ആ, നിന്നോട് പറഞ്ഞില്ലല്ലോ, ഇന്നാണ് നമ്മുടെ പറമ്പിലെ മരങ്ങളെല്ലാം മുറിക്കുന്നത്. അച്ഛൻ പണിക്കാർക്ക് വെള്ളവും ആഹാരം കൊടുക്കാൻ പോയേക്കുവാ. മരം മുറിക്കുന്നോ? എന്തിന്? എൻ്റെ എടി, ഇവിടെ കാടെല്ലാം പിടിച്ച് കിടക്കുമല്ലേ. ഈ കാടെല്ലാം പിടിച്ച് കിടക്കുന്ന മരമൊക്കെ എന്തിനാ? നമുക്ക് കുറച്ച് വെട്ടവും പിടിച്ചതൊക്കെ വേണ്ടേ? ഒരു പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനല്ലേ. ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഞാൻ ഇതിന് കൂട്ടു നിൽക്കത്തില്ല അച്ഛാ. ഈ മരമൊന്നും വെട്ടണ്ട. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും പ്രകൃതി നൽകുന്ന ദാനമല്ലേ അച്ഛാ. ഈ പ്രകൃതിയോടാണോ നമ്മൾ ഈ ക്രൂരതയൊക്കെ കാണിക്കേണ്ടേ? മോളെ, അച്ഛൻ അതൊന്നും ചിന്തിച്ചില്ല. എന്താ ഇവിടെ ഒരു നാറ്റം? അത് നിന്റെ അമ്മ അവിടെ വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം കത്തിക്കുന്നതിന്റെ മണം. അമ്മേ, അമ്മ എന്തുവാ ചെയ്യുന്നേ? പിന്നെ ഞാൻ ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യണം?
പ്ലാസ്റ്റിക് ഞാൻ കത്തിക്കുന്നില്ല. പിന്നെ ഈ പച്ചക്കറി വെച്ച് ഞാൻ ഇനി എന്താ ചെയ്യും? അമ്മ അപ്പൊ ഈ ബയോഗ്യാസിനെ പറ്റി ഒന്ന് കേട്ടിട്ടുണ്ട്. ഈ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് എപ്പം നിർമ്മിക്കുന്നത്? ഇപ്പൊ ഈ ഗ്യാസിന് വില കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഉപയോഗിച്ച് എത്ര It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലത്തിന്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീരോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവനാണ് നിഹാരാതരാഗം അറിയാമോ പിറക്കലേ ഇനിയും ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലത്തിന്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീരോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവനാണ് നിഹാരാതരാഗം അറിയാമോ പിറക്കലേ ഇങ്ങനെയും ജീവിതം ഒരു തൈ നടാൻ കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാൻ നൂറുകൾക്കു വേണ്ടി ഒരു തൈ നടാൻ നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു പഴങ്ങൾക്കായി ഒരു 100 കൈകൾ നിറഞ്ഞു നടന്നു. അടുത്തതായി ഒരു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ